ഞാൻ സാൽമന്റെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ചേട്ടനാണ് ഭയങ്കരമായിട്ട് നാണം വന്നത്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കിനും ഈ സാധനങ്ങളൊക്കെ ഒരുപാട് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് ഒരു ചായം കുടിച്ച് നേരെ വീട്ടിൽ പോയി കിടന്നു. രാവിലെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒരുക്കി കൂട്ടിയതാ ഞാനൊരു സ്ഥലത്തേക്ക് പോവാൻ കേട്ടോ. ബസ്സിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഐറ്റംസും എന്റെ കയ്യിലുണ്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു യൂബറും പിടിച്ച് നേരെ ഈ ഹോട്ടലിലേക്കാണ് വന്നത്. ഇവിടെ നിന്ന് പാചകറാണിയുടെ ഫൈനൽ നടക്കാൻ കേട്ടോ. ഞാൻ മത്സരിക്കുന്നില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ടും എൻ്റെ സ്വന്തം അനീനമ്മോളും ഇതിൽ മത്സരിക്കുന്നുണ്ട് ഫൈനലിൽ. അപ്പോൾ ഞാനിതാ അവൾക്കുള്ള അനീനക്കുള്ളത് അവിടെ കൊണ്ട് കൊടുത്തു. ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിനുള്ളത് മീനും സാധനങ്ങളൊക്കെ അവൾക്കുള്ളതായിരുന്നു. അവൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ തേങ്ങ അത് ഇതൊക്കെ വാങ്ങിയല്ല നമ്മളെടുത്ത് തിരികെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഇനി അനീന ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ഒരേ ഒരു നാത്തൂനാണ് കേട്ടോ അനീന. അപ്പോൾ അങ്ങനെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് പാചകമൊക്കെ. എന്തായാലും ഇങ്ങനെ വന്നിന്ന് കാണുന്നത് എനിക്കൊരു രസമായിട്ട് തോന്നി. കാരണം ഞാൻ എപ്പോഴും മത്സരിക്കുന്നതിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ നിന്ന് കാണുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും. പിന്നെ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫൈനൽ ലാസ്റ്റ് ടൈമിന് ഒരു പ്രാവശ്യം അനീന ഇതുപോലെ ഫൈനലിൽ വന്ന സമയത്ത് ഞാനൊരു ലാസ്റ്റ് ടൈമിൽ ഒരു പ്രാവശ്യം വന്നതാണ്. അങ്ങനെ കുറേ വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഹണ്ടർ സാബുവും വേറെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ യൂബർ വീണ്ടും വിളിച്ചിട്ട് നേരെ കടയിലേക്കാണ് വന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇക്കാക്ക് പള്ളിയിൽ പോകണം. ഇക്കാനെ പള്ളിയിലാക്കി ഇക്ക തിരിച്ചു വരുന്ന സമയം അടുത്ത ഓട്ടോ പിടിച്ച് ഞാൻ നേരെ വീണ്ടും ഇവിടെ തന്നെ വന്നു കേട്ടോ. അവിടെ ആയിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു. വന്നപ്പോഴത്തേക്കും ജഡ്ജ്മെന്റ് ഒക്കെ ഏകദേശം കഴിയാറായി. അനീനാന്റെ അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അനീനാന്റെ പ്രസന്റേഷൻ. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഷാനിദേന്റെ വിഭവങ്ങൾ കേട്ടോ. അതും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു റെസിപ്പിയൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വാട്ടർമെലൺ റൈസും അതിനൊരു സോസും ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഞാൻ ടേസ്റ്റ് നോക്കി. എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സിമിത്താൻ്റെതാണ്, ഇത് റിൻഡാൻ്റെ ആണ്. റിൻഡാൻ്റെ ഈ ഒരു പുഡിംഗ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ജാക്ക് ഫ്രൂട്ടും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം. പിന്നെ കല്ലുമ്മക്കായ ബിരിയാണിയൊക്കെ ആയിരുന്നേ. പിന്നെ വേറെയും കുറേ ആളുകളുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അനീനാൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൻ്റെ കൂടെ എല്ലാവരുടെയും തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാവരുടെയും വിഭവങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തോന്നി. പല വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും കേട്ടോ. ഇതാണ് കേട്ടോ 3rd പ്രൈസ് കിട്ടിയ വിഭവങ്ങൾ. മട്ടൻ എന്തോ ഔഷധക്കൂട്ടിൽ വരട്ടിയതും അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് 2nd കിട്ടിയ സംഭവം. ഇത് ഒരു ബാവോ ബണ്ണായിരുന്നു. പിന്നെ എന്തോ ഒരു ടിക്കിയോ അങ്ങനത്തെ എന്തോ സംഭവമായിരുന്നു. പക്ഷെ ടിക്കിയൊക്കെ ഞാൻ വന്നപ്പോൾ തീർന്നു പോയി. ഫസ്റ്റ് കിട്ടിയത് ഈ ഐറ്റത്തിനായിരുന്നു കേട്ടോ. ഈ ഒരു കുരിച്ചിലപ്പം, ആശീർവാദിൻ്റെ ആ ഒരു കുരിച്ചിലപ്പം, പിന്നെ സ്റ്റഫ്ഡ് സീ ഫുഡ്, മത്തങ്ങയിൽ സ്റ്റഫ് ചെയ്തതിന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ചെറുതായിട്ടൊന്നും ഒരു അപ്പത്തിൻ്റെ പകുതിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെ പാചകറാണിനെയൊക്കെ അനൗൺസ് ചെയ്തു. രൂപേച്ചിനെ ഷീബനെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാ മത്സരാർത്ഥികൾക്കും കൺഗ്രാറ്റുലേഷൻ. സെമിഫൈനലിൽ നിന്ന് നല്ല മാർക്കോടുകൂടി സെലക്ട് ആയിട്ടാണ് അനീന ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അനീനന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഒതുക്കി പിറക്കി ഒരു ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി.